ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് ഓൺലി PSCയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കറണ്ട് അഫെയറിന്റെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഇതാ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് 10 കറണ്ട് അഫെയർസ് വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ദിവസം നമ്മുടെ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. എന്റെ ശബ്ദം കംപ്ലീറ്റ് ആയിട്ട് പോയി ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇതാ വീണ്ടും ശബ്ദം ഇങ്ങനെ പുറത്തു വന്നപ്പോ ഞാനിത് അടുത്ത ക്ലാസ്സുമായിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരും ഡൗട്ട് അടിക്കാൻ പാടില്ല, കാരണം ഈ ക്ലാസ് നിർത്തുവോ അങ്ങനെ, അതായത് കറണ്ട് അഫെയറിന്റെ ക്ലാസ് നമ്മൾ ഇങ്ങനെ എന്നും അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇടയിൽ വരാതാവുമ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും പാടില്ല. നമ്മൾ എന്തായാലും കറണ്ട് അഫെയർ തീർത്തിരിക്കും. എന്നാലും വരുന്ന ആളുകൾക്ക് പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഓപ്ഷൻ നമ്മളുടെ ചാനലിലുണ്ട്. നിങ്ങൾ ഓരോ ഭാഗത്തും പോയി നോക്കി പ്ലേലിസ്റ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ ഡിസ്കഷൻസ് ഇല്ല. നമ്മുടെ കറണ്ട് അഫെയറിന്റെ ഇന്നത്തെ ക്ലാസ് ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. EV രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. എന്താണ്? EV രാമകൃഷ്ണന്റെ ബുക്കാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. അതൊരു പഠന ഗ്രന്ഥാണ് കേട്ടോ, EV രാമകൃഷ്ണന്റെ. ഈ പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, ഏതാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. EV രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പഠിച്ചു. അപ്പൊ EV രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ, ഓക്കെ, അതൊരു പഠന ഗ്രന്ഥാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. നെക്സ്റ്റ്, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ്, ഓർത്തു വെക്കണം, വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? ശരണബാല്യം. എന്താണ്? ശരണബാല്യം. പഠിച്ചു വെക്കേട്ട, ശരണബാല്യം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ക്ലിയർ? നെക്സ്റ്റ്, കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോർട്ടി M. ചാക്കോ ചുമതലയേറ്റു. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോർട്ടി M. ചാക്കോ ചുമതലയേറ്റു. നെക്സ്റ്റ്, കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഏതാണ്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച നമ്മുടെ ബീച്ച് ഏതാന്ന് ചോദിച്ചാൽ കോഴിക്കോട് കാപ്പാട് ബീച്ച്. അതിന്റെ പ്രത്യേകത എന്താണ് നോക്കൂ. ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന പുരസ്കാരമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. അപ്പൊ കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇത് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി ആരാണ്? AS രാജീവ് ആണ് കേട്ടോ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി AS രാജീവ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ് കേരള സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോം ആയിട്ട് നിലവിൽ വന്ന സി സ്പേസ് എന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് ആർക്കാ ലഭിച്ചത്? ആർക്കായിരിക്കും? നമ്മുടെ പിണറായി വിജയൻ കേട്ടോ. സി അച്യുതമേനോന്റെ റെക്കോർഡാണ് നമ്മുടെ പിണറായി വിജയൻ മറികടന്നത് എന്നും കൂടി അവിടെ ഓർത്തു വെക്കാം. എന്താണ്? ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ്
ഇപ്പൊ ആർക്കാ കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പൊ ആർക്കാണ് ആ റെക്കോർഡ് ഉള്ളത്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയ പിണറായി വിജയനാണ്. സി അച്യുതമേനോന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. സി അച്യുതമേനോന്റെ റെക്കോർഡാണ് മറികടന്നത്. നെക്സ്റ്റ്, മലയാളത്തിൽ ആദ്യമായി 100 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ലഭിച്ചത് മഞ്ഞുമ്മൽ ബോയ്സിനാണ് കേട്ടോ ഗൈസ്. മലയാളത്തിൽ ആദ്യമായി 100 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ലഭിച്ചത് മഞ്ഞുമ്മൽ ബോയ്സ്. ഓക്കെ, നെക്സ്റ്റ്, മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം, മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന്റെ ഏത് കൃതിക്കാണ് കിട്ടിയത്? നോവലിനാണ്. എസ്തർ. എസ്തർ എന്ന് പറഞ്ഞ സാറാ ജോസഫിന്റെ നോവലിനാണ് മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ചത് രജനി സുരേഷിനാണ്. അവരുടെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് യുവ എഴുത്തുകാർക്കുള്ള ഈ മലയാറ്റൂർ ട്രസ്റ്റിന്റെ പുരസ്കാരം ലഭിച്ചത്. രജനി സുരേഷിനാണ്. അത് വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്നവരുടെ കൃതിക്കാണ് ലഭിച്ചത് എന്ന് ഓർത്തു വയ്ക്കാം. നെക്സ്റ്റ്, എസ് കെ പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം കിട്ടിയത് കെ പി രാമനുണ്ണിക്ക്. ആർക്കാണ്? കെ പി രാമനുണ്ണിക്കാണ് എസ് കെ പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം ലഭിച്ചത്. ഹൈന്ദവം എന്ന കൃതിക്കാണ് കേട്ടോ. അതായത് എസ് കെ പൊറ്റക്കാടിന്റെ ഹൈന്ദവം എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. ഇ വി രാമകൃഷ്ണൻ എഴുതിയ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പഠന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഓക്കെ, നെക്സ്റ്റ്, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോട്ടി എം ചാക്കോ ചുമതലയേറ്റു. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി AS രാജീവ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ് ഇത്. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്. സി അച്യുതമേനോന്റെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത്. ക്ലിയർ? മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി നേടിയത് മഞ്ഞുമ്മൽ ബോയ്സ്. നെക്സ്റ്റ്, മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന്റെ എസ്തർ എന്ന് പറഞ്ഞ നോവല് നേടി. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതി അർഹമായി. നെക്സ്റ്റ്, എസ് കെ പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം കെ പി രാമനുണ്ണിക്ക് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഹൈന്ദവം എന്ന കൃതിയാണ് ഈ എസ് കെ പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് അർഹമായത്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് എട്ടാമത്തെ ക്ലാസ് ആണ്. 80 കറണ്ട് അഫെയറുകളായി. അപ്പൊ എല്ലാവരും കഴിഞ്ഞ ക്ലാസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.